IPL ചരിത്രത്തിലെ ശാപം കിട്ടിയ നിരയെന്നായിരുന്നു 2025 മുമ്പ് വരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ചാർത്തിക്കൊടുത്തിരുന്ന വിശേഷണം. ഇതിഹാസങ്ങളേറെ കളിച്ചിട്ടും കപ്പ് RCBക്ക് കിട്ടാക്കനിയായിരുന്നു. സാധ്യമായതെല്ലാം ചെയ്തിട്ടും കിരീടം RCBക്ക് പലവട്ടം കയ്യഗ്രഹത്തിൽ വഴുതിപ്പോയി. കാത്തിരിപ്പിനൊടുവിൽ 2025 ആദ്യ IPL കിരീടം ബംഗളൂരുവിലേക്ക് എത്തി. ഇപ്പോഴിതാ 2026 അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ RCB കപ്പിൽ തുടർച്ചയായ രണ്ടാം തവണയും മുത്തമിട്ടിരിക്കുന്നു. കിരീടം RCBയുടെ അലമാരയിലേക്ക് എത്തുമ്പോൾ വിരാട് കോഹ്ലി എന്ന രാജാവിന്റെ മുഖമാണ് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നത്. ഫൈനലിൽ അപരാജിത അർദ്ധ സെഞ്ചുറിയോടെ പൊരുതിയ കോഹ്ലിയാണ് RCBയെ കപ്പിലേക്കെത്താൻ സഹായിച്ചത്. ഒപ്പം രജത് പട്ടിദാർ എന്ന നായകനും കയ്യടി അർഹിക്കുന്നുണ്ട്. ഇന്നലെ 42 പന്തിൽ 75 റൺസോടെയാണ് കോഹ്ലി ബംഗളൂരുവിന് രണ്ടാം കിരീടം സമ്മാനിച്ചത്. 9 4ഉം 3 6ഉം ഉൾപ്പെടെ 128.57 സ്ട്രൈക്ക് റേറ്റിലാണ് കോഹ്ലി തല്ലി തകർത്തത്. സിക്സറിലൂടെ RCBയെ വിജയത്തിലേക്ക് എത്തിച്ച കോഹ്ലി തകർപ്പൻ റെക്കോർഡുകളും സ്വന്തം പേരിലാക്കിയാണ് കളം വിട്ടത്. 25 പന്തിലാണ് വിരാട് കോഹ്ലി അർദ്ധ സെഞ്ചുറി നേടിയത്. IPLലെ വിരാട് കോഹ്ലിയുടെ വേഗ 50ആണ് ഫൈനലിലൂടെ പിറന്നത്. ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കോഹ്ലിയുടെ കടന്നാക്രമണമാണ് കണ്ടത്. IPL ഫൈനലിൽ അർദ്ധ സെഞ്ചുറി കൂടുതൽ തവണ നേടുന്ന താരങ്ങളിൽ തലപ്പത്തേക്കെത്താൻ കോഹ്ലിക്കായി. ഇത് രണ്ടാം തവണയാണ് കോഹ്ലി ഫൈനലിൽ 50 നേടുന്നത്. രോഹിത് ശർമ്മ, സുരേഷ് റൈന, മൈക്കിൾ ഹസി, വെങ്കടേഷ് അയ്യർ, ഷെയ്ൻ വാട്സൺ, വൃദ്ധിമാൻ സഹ എന്നിവരെല്ലാം ഉൾപ്പെടുന്ന പട്ടികയിലേക്കാണ് കോഹ്ലി എത്തിയിരിക്കുന്നത്. IPLന് പുറമെ T20 ഫൈനലിൽ കൂടുതൽ അർദ്ധ സെഞ്ചുറി പ്രകടനം നടത്തുന്ന ഇന്ത്യൻ താരങ്ങളിൽ തലപ്പത്തേക്കെത്താനും കോഹ്ലിക്കായി. ഇത് 4ാം തവണയാണ് കോഹ്ലി ഈ നേട്ടം സ്വന്തമാക്കുന്നത്. 2014 T20 ലോകകപ്പ് ഫൈനലിലും 2016 IPL ഫൈനലിലും 2024 T20 ലോകകപ്പ് ഫൈനലിലും 2026 IPL ഫൈനലിലും അർദ്ധ സെഞ്ചുറി പ്രകടനം നടത്താൻ കോഹ്ലിക്കായി. 3 തവണ ഈ നേട്ടത്തിലേക്കെത്തിയ രോഹിത് ശർമ്മയും സുരേഷ് റെയ്നയുമാണ് കോഹ്ലി പിന്നിലാക്കിയത്. 2008 അണ്ടർ 19 ലോകകപ്പ്, 2010 ഏഷ്യ കപ്പ്, 2011 ഏകദിന ലോകകപ്പ്, 2013 ചാമ്പ്യൻസ് ട്രോഫി, 2016 23 ഏഷ്യ കപ്പ്, 2024 T20 ലോകകപ്പ്, 2025 ചാമ്പ്യൻസ് ട്രോഫി, 2025 26 IPL കിരീടം എന്നിങ്ങനെ കോഹ്ലിയുടെ അലമാരയിലെ കിരീടങ്ങളുടെ എണ്ണം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര T20 വിരമിച്ച കോഹ്ലി അത്ഭുത പ്രകടനം IPLൽ തുടരുകയാണ്. 16 മത്സരത്തിൽ നിന്ന് 675 റൺസാണ് കോഹ്ലി ഈ സീസണിൽ നേടിയത്. 56.25 ശരാശരിയിലും 165.84 സ്ട്രൈക്ക് റേറ്റിലും മിന്നിച്ച കോഹ്ലി ഒരു സെഞ്ചുറിയും 5 അർദ്ധ സെഞ്ചുറികളുമാണ് നേടിയത്. 73 4ഉം 25 6ഉം ഉൾപ്പെടെയാണ് കോഹ്ലി ഇത്തവണ മിന്നിച്ചത്. കോഹ്ലിക്കൊപ്പം RCB ആരാധകർ ഇപ്പോൾ നെഞ്ചോട് ചേർക്കുന്ന ഒരു പേരുണ്ട്, രജത് പാട്ടിദാർ. RCB ആരാധകർ ഒരു കിരീടമെങ്കിലും ആഗ്രഹിച്ചെടുത്തുനിന്ന് തുടർച്ചയായി 2 തവണ RCBയെ കപ്പിലേക്ക് എത്തിച്ച നായകനാണ് രജത്. ഐതിഹാസിക നായകന്മാരുടെ പട്ടികയിലേക്ക് എത്തിയെന്ന് മാത്രമല്ല, ക്യാപ്റ്റന്മാരുടെ സിംഹാസനത്തിൽ MS ധോണിയെയും രോഹിത് ശർമ്മയും പിന്നിലാക്കുന്ന നേട്ടത്തിലേക്ക് എത്താനും രജത്തിന് സാധിച്ചിരിക്കുകയാണ്. IPLൽ 2 കിരീടത്തിലേക്ക് എത്താൻ ഏറ്റവും കുറഞ്ഞ മത്സരം നടത്തുന്ന നായകനെ രജത് മാറിയിരിക്കുകയാണ്. 28 മത്സരങ്ങളിൽ നിന്നാണ് രജത് RCBയെ 2 കിരീടത്തിലേക്ക് എത്തിച്ചത്. 44 മത്സരങ്ങൾ വേണ്ടി വന്നു മുംബൈ ഇന്ത്യൻസ് നായകനായിരുന്ന രോഹിത് ശർമ്മയ്ക്ക് ഈ നേട്ടത്തിലേക്ക് എത്താൻ. CSK നായകനായ MS ധോണി 59 മത്സരങ്ങളെടുത്താണ് 2 കിരീടം നേടിയത്. ഇവരെയെല്ലാം മറികടന്നാണ് ഇപ്പോൾ രജത് ചരിത്ര റെക്കോർഡ് സ്വന്തം പേരിലാക്കിയിരിക്കുന്നത്. 13 മത്സരത്തിൽ നിന്ന് ആദ്യ കിരീടം നേടിയ രജത് ക്യാപ്റ്റനായ ശേഷമുള്ള ആദ്യ 2 സീസണിലും കപ്പിലേക്കെത്തുന്ന ആദ്യ നായകനെന്ന വമ്പൻ നേട്ടത്തിലേക്കും എത്തി. മറ്റൊരു നായകനും അവകാശപ്പെടാനാവാത്ത റെക്കോർഡാണിത്. IPLൽ കൂടുതൽ കിരീടം നേടുന്ന നായകന്മാരിൽ മുൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നായകനായ ഗൗതം ഗംഭീറിനെ പ്രധാനം രജത്തിന് സാധിച്ചു. നിർണായക സമയത്ത് ബാറ്റ് കൊണ്ടും മുന്നിൽ നിന്ന് നയിച്ച രജത് 15 മത്സരത്തിൽ നിന്ന് 501 റൺസാണ് ഈ സീസണിൽ നേടിയത്. 41.75 ശരാശരിയിലും 192.69 സ്ട്രൈക്ക് റേറ്റിലും കളിച്ച രജത് 5 അർദ്ധ സെഞ്ചുറി പ്രകടനങ്ങളും നടത്തി. ഫൈനലിൽ പ്രതീക്ഷ പ്രകടനം നടത്താനായെങ്കിലും ആദ്യ ക്വാളിഫയറിൽ ഗുജറാത്തിനെ തല്ലിപ്പറത്തിയ രജത്തിന്റെ പ്രകടന മികവ് എല്ലാവരെയും വിസ്മയിപ്പിച്ചതാണ്. പരിക്കും മോശം ഫോമും വേട്ടയാടിയിട്ടും ഇന്ത്യൻ ടീമിൽ ലഭിച്ച അവസരം വേണ്ട വിധം മുതലാക്കാനാവാതെ പോയിട്ടും ആത്മവിശ്വാസം കൈവിടാതെ പൊരുതിയ രജത്തിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതെന്ന് പറയാം. ഇനി ഇന്ത്യയുടെ T20 ടീമിലേക്കുള്ള വിളിക്കായവും രജത് കാത്തിരിക്കുന്നത്. സൂര്യകുമാർ യാദവ് കളമൊഴിയുന്ന 4ാം നമ്പറിലേക്ക് മറ്റൊരാളെ സെലക്ടർമാർ തേടിയേക്കില്ല.